കാഴ്ചയിൽ ഒരു പനിനീർപ്പൂവിന്റെ സ്നിഗ്ധതയുള്ള മുഖം. 18-ാം വയസ്സിൽ അന്തരിച്ച നടി ശോഭയെക്കുറിച്ച് ഓർക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്ന ചിത്രം ഇതാണ്. ഇന്നത്തെ തലമുറ ശോഭയെ എത്രത്തോളം അറിയുമെന്നുറപ്പില്ല. ഉൾക്കടൽ, ശാലിനി എന്റെ കൂട്ടുകാരി, ഓർമ്മകൾ മരിക്കുമോ എന്നിവയായിരുന്നു അക്കാലത്ത് ശോഭയുടെ ഹിറ്റ് സിനിമകൾ. തമിഴിൽ ചരിത്രം സൃഷ്ടിച്ച പസിയടക്കം എത്രയോ പടങ്ങൾ. മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരവും പസിയിലൂടെ ശോഭയ്ക്ക് ലഭിച്ചു. നടി പ്രേമയുടെ മകളായിരുന്നു ശോഭ. കഴിവുണ്ടായിട്ടും വിചാരിച്ചത്ര ഉയരങ്ങളിലെത്താൻ കഴിയാതെ പോയ പ്രേമ തൻ്റെ സ്വപ്നങ്ങൾ ശോഭയിലൂടെ സാക്ഷാത്കരിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് കേവലം 17-ാം വയസ്സിൽ അവിചാരിതമായി മരണം ശോഭയെ കീഴടക്കുന്നത്. ശോഭയുടേത് ഒരു സ്വാഭാവിക മരണമായാണ് അറിയപ്പെടുന്നതെങ്കിലും അതും ഒരു കൊലപാതകമായിരുന്നില്ലേ എന്ന് സാഹചര്യങ്ങൾ മുൻനിർത്തി വാദിക്കുന്നവരുണ്ട്. ശോഭയുടെ ജീവിതം മുൻനിർത്തി KG ജോർജ് ഒരുക്കിയ ലേഖയുടെ മരണം ഒരു ഫ്ലാഷ് ബാക്ക് ആ ജീവിതയാത്രയുടെ ഗതിവിഗതികൾ ഏറെക്കുറെ കൃത്യമായി പ്രതിപാദിക്കുന്നതായിരുന്നു. എന്നാൽ ശോഭയുടെ ജീവിതം തകർത്തതിൽ നിർണായക പങ്കുണ്ടെന്ന് ഉറക്കെ വിശ്വസിക്കപ്പെടുന്ന ബാലു മഹേന്ദ്രയെ വെള്ളപൂശാൻ ശ്രമിച്ചു എന്നതാണ് ഈ സിനിമയെക്കുറിച്ച് ഉയർന്ന ഏക വിമർശനം. ജോർജ് പറഞ്ഞതും പറയാത്തതിനുമപ്പുറം ശോഭയുടെ ജീവിതത്തിലെ ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. സിനിമയിൽ എന്തെങ്കിലും ആവണമെന്ന ദൃഢനിശ്ചയത്തോടെ ഇറങ്ങിപ്പുറപ്പെട്ട പ്രേമ എന്ന പെൺകുട്ടിക്ക് ചില ചെറുവേഷങ്ങളിൽ ഒതുങ്ങാനായിരുന്നു വിധി. സ്വപ്നങ്ങളും യാഥാർത്ഥ്യവും തമ്മിലുള്ള അകലം ഏറെയാണെന്ന തിരിച്ചറിവിൽ അവർ തൽക്കാലം സിനിമ വിട്ട് വിവാഹിതയായി. KP മേനോൻ എന്നയാളായിരുന്നു വരൻ. ആ ദാമ്പത്യത്തിന് 1962 സെപ്റ്റംബർ 23-ന് ഒരു പെൺകുഞ്ഞ് ജനിച്ചു. അവൾക്ക് അവരിട്ട പേര് മഹാലക്ഷ്മി മേനോൻ എന്നായിരുന്നു. മകളിലൂടെ സ്വന്തം സ്വപ്നങ്ങൾക്ക് ചിറകുമുളപ്പിക്കാൻ കാത്തിരുന്ന പ്രേമ ബാല്യത്തിൽ തന്നെ അവളെ സിനിമയുടെ ലോകത്ത് പിച്ചുവയ്പ്പിച്ചു. കേവലം 4-ാം വയസ്സിൽ തട്ടുങ്കൾ തിറക്കപ്പെടും എന്ന തമിഴ് ചിത്രത്തിൽ ബാലതാരമായി ബേബി മഹാലക്ഷ്മി എന്ന പേരിൽ ആദ്യമായി ക്യാമറയ്ക്ക് മുന്നിൽ നിന്നു. ഉദ്യോഗസ്ഥ എന്ന മലയാള പടത്തിലും ബാലതാരമായി അഭിനയിച്ചു. ശോഭയുടെ പിതാവിന് ഇതിലൊന്നും തീരെ താല്പര്യമുണ്ടായിരുന്നില്ല. പ്രേമയ്ക്കാവട്ടെ അവൾ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അഭിനേത്രികളിൽ ഒരാളാക്കിയേ തീരൂ. ഇതേ ചൊല്ലി അച്ഛനും അമ്മയും തമ്മിൽ നിരന്തരം വഴക്കായി. ഇതെല്ലാം കണ്ടുവളർന്ന ശോഭയുടെ മനസ്സിൽ വല്ലാത്ത ഒരുതരം അരക്ഷിതത്വബോധം കൂടുകൂട്ടി. മഹാലക്ഷ്മിക്ക് ആരാണ് ശോഭ എന്ന പേര് നൽകിയതെന്ന് ഇന്നും വ്യക്തമല്ല. ആരായാലും തൊടുന്നതെല്ലാം പൊന്നാക്കുന്ന വല്ലാത്ത ഒരുതരം ശോഭയുള്ള പെൺകുട്ടിയായിരുന്നു അവൾ. 15-ാം വയസ്സിൽ രാമു കാര്യാട്ടിന്റെ ദ്വീപ് എന്ന സിനിമയിൽ നടൻ ജോസിന്റെ നായികയായാണ് ശോഭയുടെ അരങ്ങേറ്റം. പിന്നീട് KS സേതുമാധവൻ സംവിധാനം ചെയ്ത ഓർമ്മകൾ മരിക്കുമോ എന്ന ചിത്രത്തിൽ കമൽഹാസനും ജയനുമൊപ്പം. MDയുടെ തിരക്കഥയിൽ GS പണിക്കർ സംവിധാനം ചെയ്ത ഏകാകിനിയിലും ശോഭയായിരുന്നു നായിക. ബാലചന്ദ്രമേനോന്റെ ഉത്രാടരാത്രിയിലും അഭിനയിച്ചു. അതേ വർഷം തന്നെ മോഹന്റെ 2 പെൺകുട്ടികളിലും നായികയായി. 17-ാം വയസ്സിൽ പസി എന്ന സിനിമയിലെ അഭിനയത്തിന് മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം, ഉർവശി അവാർഡ് എന്ന വിശേഷണം നിർത്തലാക്കുന്നതിന് മുൻപ് ലഭിച്ച പുരസ്കാരമായതിനാൽ പിന്നീട് ഉർവശി ശോഭ എന്ന് തന്നെ അവൾ അറിയപ്പെട്ടു. സ്മിത പാട്ടീലിനെയും ശാരദയെയും പോലെ തലമുതിർന്ന മഹാപ്രതിഭകൾ മാത്രം സ്വന്തമാക്കിയ അംഗീകാരമാണ് മധുര 17ന്റെ നിലവിൽ വിരലിലെണ്ണാൻ പോലും സിനിമകളുടെ അഭിനയ പരിചയമില്ലാത്ത ശോഭ നേടിയെടുത്തത്. അത്രമേൽ കഴിവുറ്റ അഭിനേത്രിയായിരുന്നു ആ പെൺകുട്ടി. പത്മരാജന്റെ തിരക്കഥയിൽ മോഹൻ സംവിധാനം ചെയ്ത ശാലിനി എന്റെ കൂട്ടുകാരിയായിരുന്നു മലയാളത്തിൽ അടുത്ത ചിത്രം. വൻ ഹിറ്റായ ആ സിനിമയിലും ശോഭയുടെ പ്രകടനം ഉജ്ജ്വലമായിരുന്നു. KG ജോർജിന്റെ ഉൾക്കടൽ എന്ന ഹിറ്റ് പടത്തിലും ശോഭ അസാധാരണമായ അഭിനയ മുഹൂർത്തങ്ങൾ കാഴ്ചവെച്ചു. വളരെ കുറച്ച് വർഷങ്ങൾ നീണ്ട കരിയറിനിടയിൽ ശോഭ കൈവരിച്ച നേട്ടങ്ങൾ ആരെയും അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. 1971-ൽ മികച്ച ബാലതാരത്തിനുള്ള കേരള സംസ്ഥാന അവാർഡ്, 1977-ൽ മികച്ച സഹനടിക്കുള്ള കേരള സംസ്ഥാന അവാർഡ്, 1978-ൽ മികച്ച നടിക്കുള്ള കേരള സംസ്ഥാന അവാർഡ്, 1979-ലും 80-ലും മികച്ച നടിക്കുള്ള ഫിലിം ഫെയർ അവാർഡ്, 1980-ൽ മികച്ച നടിക്കുള്ള ദേശീയ അവാർഡ്. അമ്മ പ്രേമയുടെ വലിയ സ്വപ്നങ്ങളിലേക്ക് അങ്ങനെ മെല്ലെ നടന്നെടുക്കുകയായിരുന്നു ശോഭ. വിവിധ ഭാഷകളിലായി ഹിറ്റ് സിനിമകളും പുരസ്കാര പെരുമഴയുമായി കളം നിറഞ്ഞാടുന്നതിനിടയിൽ കോകില എന്ന തമിഴ് പടത്തിന്റെ സെറ്റിൽ വെച്ച് ബാലു മഹേന്ദ്ര എന്ന സംവിധായകനെ പരിചയപ്പെട്ടത് ശോഭയുടെ ജീവിതത്തിലെ വഴിത്തിരിവായി. പിന്നീട് ബാലു മഹേന്ദ്ര ശോഭയെ വിവാഹം കഴിച്ചു. വിവാഹബന്ധത്തിലുള്ള പ്രശ്നങ്ങളാണ് സാരിത്തുമ്പിൽ സ്വന്തം ജീവിതം അവസാനിപ്പിക്കാൻ കാരണമെന്നാണ് ശോഭയുടെ മരണം സംബന്ധിച്ച ഔദ്യോഗിക ഭാഷ്യം. സിനിമ എന്നും വിജയിച്ചു നിൽക്കുന്നവൻ്റെയും സ്വാധീന ശക്തിയുള്ളവൻ്റെയും ഒപ്പമായതിനാലും മരിച്ചുപോയ ഒരാൾക്കൊപ്പം നിന്നിട്ട് നേടാനൊന്നുമില്ലാത്തതിനാലും നേട്ടങ്ങൾ മാത്രം മുന്നിൽ കാണുന്ന സിനിമാ സമൂഹം ശോഭയുടെ മരണത്തിന് പിന്നാലെ അധികമൊന്നും സഞ്ചരിച്ചില്ല.
തൻ്റെ മകളെ കൊന്നതാണെന്ന പരിദേവനവുമായി ഏറെക്കാലം നിലവിളിച്ചു നടന്ന പ്രേമ ഒടുവിൽ മാനസിക സംഘർഷം സഹിക്കാനാവാതെ ജീവനൊടുക്കി. ഇതാണ് ശോഭയുടെ ജീവിതത്തെയും മരണത്തെയും സംബന്ധിച്ച് മലയാളികളിൽ ചിലർക്കെങ്കിലും അറിയാവുന്ന കഥ. എന്നാൽ അറിയപ്പെടാത്ത ചില ഏടുകൾ ഈ കഥയ്ക്ക് പിന്നിലുള്ളതായി പറയപ്പെടുന്നു. വിവാഹശേഷം ബാലു ആദ്യ ഭാര്യയുമായി കൂടിക്കാഴ്ചകൾ നടത്തിയത് ശോഭയ്ക്ക് സഹിക്കാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, അതേച്ചൊല്ലി അവർ തമ്മിൽ നിരന്തരം വഴക്കുകൾ ഉണ്ടായിരുന്നതായും റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ശോഭയുടെ മരണശേഷം അമ്മ പ്രേമ അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിക്ക് അയച്ച കത്തിൽ ഇക്കാര്യങ്ങളെല്ലാം സവിസ്തരം രേഖപ്പെടുത്തിയിരുന്നുവെന്നും പറയപ്പെടുന്നു. ശോഭയുടെ മരണശേഷം വീട് മുഴുവൻ ശോഭയുടെ ഫോട്ടോകൾ കൊണ്ട് നിറച്ച് അതിനു മുന്നിൽ വിളക്ക് കൊളുത്തിവെച്ച് മനസ്സ് നിറയെ മകളുടെ ഓർമ്മകളുമായി 2 വർഷം കൂടി പ്രേമ ജീവിച്ചു. പിന്നീട് മകൾ മരിച്ച അതേ മാർഗത്തിൽ ഒരു സാരിത്തുമ്പിൽ തൂങ്ങി അവരും അവളുടെ അരികിലേക്ക് യാത്രയായി. കേവലം 4-ാം വയസ്സിൽ മേക്കപ്പിട്ട് ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന ശോഭ 14 വർഷത്തിനുള്ളിൽ വിവിധ തെന്നിന്ത്യൻ ഭാഷകളിലായി അഭിനയിച്ചു തീർത്തത് 75 സിനിമകളിലായിരുന്നു. 18 വയസ്സ് തികയുന്നതിന് 4 മാസം ബാക്കി നിൽക്കെ അവർ മരണത്തിന് സ്വയം ബലി കൊടുത്തു. എന്നാൽ അവരുടെ ഫിലിമോഗ്രഫി പരിശോധിക്കുന്നവർ ശരിക്കും അമ്പരക്കുക തന്നെ ചെയ്യും. പ്രായപൂർത്തിയാകാത്ത ആ കുട്ടി സ്ക്രീൻ സ്പേസ് പങ്കിട്ടവരിൽ ഏറിയ പങ്കും സിനിമയിലെ ജീവിക്കുന്ന ഇതിഹാസങ്ങൾ. മുള്ളും മലരും എന്ന പടത്തിൽ രജനീകാന്തായിരുന്നു നായകൻ. അഴിയാത്ത കോലങ്ങളിലും കോകിലയിലും കമൽഹാസനും. ആര് നായകനായാലും അഭിനയ മികവിൽ ശോഭ അവരെയെല്ലാം മറികടക്കും. തോപ്പിൽ ഭാസി ആദ്യമായി സംവിധാനം ചെയ്ത എൻ്റെ നീലാകാശം എന്ന പടത്തിലും ശോഭ നായികയായിരുന്നു. ദേശീയ പുരസ്കാരം നേടുമ്പോൾ വയസ്സ് 18 തികഞ്ഞിട്ടില്ല. ഇത്ര ചെറുപ്രായത്തിനുള്ളിൽ ഇത്രയധികം അംഗീകാരങ്ങൾ എങ്ങനെ ശോഭയെ തേടിയെത്തിയെന്നതും ചിന്തനീയമാണ്. അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുമ്പോൾ ആത്മാർത്ഥതയില്ലാത്ത ഒരു മനുഷ്യനെ ഓർത്ത് എന്തിന് ആത്മഹത്യ ചെയ്യണം എന്ന ചോദ്യം ഏറെ പ്രസക്തമാണ്. അമ്മ പ്രേമയും ശാലിനി എൻ്റെ കൂട്ടുകാരിയിലടക്കം സഹപ്രവർത്തകയായിരുന്ന നടി ജലജയും ഇന്നും വിശ്വസിക്കുന്നത് ശോഭ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ലെന്നാണ്. ജീവിതത്തെ അത്രമേൽ സ്നേഹിച്ച പെൺകുട്ടിയായിരുന്നു ശോഭ. ഒരു കിലുക്കാമ്പെട്ടി പോലെ ചിരിച്ചു കളിച്ച് ഉല്ലാസവതിയായി നടന്ന കുട്ടി. ജീവിതം അവസാനിപ്പിക്കേണ്ട ഒരു കാര്യവും അവൾക്കുണ്ടായിരുന്നില്ല. എല്ലാം ഇട്ടെറിഞ്ഞു വന്നാൽ സ്വീകരിക്കാൻ അച്ഛനും അമ്മയുമുണ്ട്. ഏക മകളാണ്. അഭിനയിക്കാനുള്ള നിരവധി അവസരങ്ങളുണ്ട്. പിന്നെ എന്തിനവൾ സാരിത്തുമ്പിൽ ജീവിതം അവസാനിപ്പിച്ചു? വർഷങ്ങളായി ഈ ചോദ്യം പലരുടെയും മനസ്സുകളിൽ മുഴങ്ങുന്നു. പക്ഷേ ഒരു ഘട്ടത്തിലും അതിന് ഉത്തരമുണ്ടായില്ല. അല്ലെങ്കിലും ചില ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലല്ലോ.